ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതാണ്. അതിനായി വേണ്ടത് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. ഇതുപോലെ പാക്കറ്റ് പാലെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ചൂടാക്കാൻ വെക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കണം. ഇത് കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ പഞ്ചസാരയൊക്കെ മെൽട്ടായി ഇതൊന്ന് നല്ല ചൂടായി വരും. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡിൽ വരുന്ന ആ പാലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വടിച്ച് കൊടുക്കണം. ഇതിനായി എടുക്കേണ്ടത് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രവും പിന്നെ ഇതുപോലെ ഒരു സിലിക്കോൺ സ്പാച്ചിലും ഉണ്ടായാൽ വളരെ നല്ലത്. ഇനി ഇതിങ്ങനെ ചൂടാക്കി എടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും. പിന്നെ പാലിൻ്റെ കളർ തന്നെ ലൈറ്റ് ഒരു യെല്ലോ കളർ പോലെയായിട്ട് മാറും. അതുവരെ ഇതിങ്ങനെ ചൂടാക്കിയെടുക്കാം. നമ്മൾ കൈ നിർത്തുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും. പതഞ്ഞ് വരുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് ഇളക്കി ഇതുപോലെ താഴ്ന്നു പോയിക്കോളും. 20 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ ഇളക്കി ചൂടാക്കിയെടുക്കാം. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ പതഞ്ഞ് നമ്മളെ പഞ്ചസാര പാനിയൊക്കെ ആവുന്നത് പോലെ ഇതുപോലെ പതഞ്ഞ് വരും. ഈ ടൈമിൽ നമുക്ക് ഒരു നുള്ള്, അത് എനിക്ക് വീഡിയോയിൽ ചേർക്കാൻ വിട്ടുപോയി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. അത് ചേർത്ത് ഇതിളക്കി ഓഫ് ചെയ്ത് വെക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയുന്ന ആ സാധനം, അത് ഒരു നുള്ള് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ പാട മുകളിൽ കെട്ടാതിരിക്കാനാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിന് ഒരു ഗ്ലേസിംഗ് ഒക്കെ കാണാം. ഇങ്ങനെ ഇളക്കിയെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇതിന് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇത് കുറച്ച് ലൂസായ പരുവത്തിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ചൂടാറി വരുമ്പോൾ കുറച്ച് തിക്കായി വരും. അതുകൊണ്ട് അതിൻ്റെ പാകം നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുകയാണ്. 500 ml പാലെടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് 300 ml കണ്ടൻസ്ഡ് മിൽക്കാണ് കിട്ടുന്നത്. നമ്മൾ മറ്റുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് നല്ല ചിലവായിട്ട് തോന്നും. കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിക്കാം. നിങ്ങൾ കണ്ടില്ലേ, ഇത് നല്ല ഗ്ലേസിങ്ങോട് കൂടിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. നല്ല ടേസ്റ്റുമാണ്. സെയിം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. സാധാരണയായി നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് പുഡിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ചിലവായിട്ട് തോന്നുന്നത്, നല്ല എക്സ്പെൻസീവാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങുമ്പോൾ തന്നെ അതിന് നല്ലൊരു ചിലവായി. ഇത് തന്നെ നമുക്ക് 1/2 ലിറ്റർ പാലുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാനിതൊരു സ്പൂണിലെടുത്ത് കാണിക്കാം. നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. സെയിം നമ്മളുടെ മിൽക്ക് മെയ്ഡ് ഇതൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ. ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.